ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത് ഒന്ന് വിജിരാജ് ഇട്ട ഒരു കമൻറ്റ്, പിന്നെ വൈബർ ഗുഡ് ദേവു. അപ്പോൾ വൈബർ ഗുഡ് ദേവുവിൻ്റെ അടുത്ത് തന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. വൈബർ ഗുഡ് ദേവു ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വൈബർ പറയുന്നതാണ് വിവി ഒരു മോശക്കാരനാണെന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. വിവി ഭയങ്കര മോശക്കാരനായിട്ടുള്ള ആളാണ്, വളരെ നല്ലത്, വിവി അങ്ങനത്തെ ആളാണ്, എല്ലാം ശരിയാണ്. വൈബർ ഗുഡുവിന് തോന്നിയാണ് വളരെ മോശക്കാരനായിട്ടുള്ള ആളാണ് വിവി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വൈബർ ഗുഡിൻ്റെ അടുത്ത് ഒറ്റ ചോദ്യം മാത്രം, അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. വൈബർ ഗുഡ് ദേവു വിവിക്ക് ഒരു സ്ട്രൈക്ക് കൊടുക്കാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടാ? അതായത് വൈബർ ഗുഡ് ദേവു വിവിക്ക് സ്ട്രൈക്ക് കൊടുക്കാനായിട്ട്, ആർക്കെങ്കിലും സ്ട്രൈക്ക് കൊടുക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? അത് വൈബർ ഗുഡ് ദേവു ഒന്ന് നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം നിങ്ങളെ സ്റ്റാൻഡപ്പ് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. നിങ്ങളും ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ നാട്ടുകാർക്ക് ഒരു ഉപയോഗമായിരിക്കും അത്. അപ്പോൾ അത് വൈബർ ഗുഡ് ദേവു ഒന്ന് പറയും എന്ന് കരുതുന്നു. ഓക്കെ, ഇനി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ ആണെന്ന് അറിയിക്കാൻ എന്തെങ്കിലും നമ്മളെ തെളിവുകൾ എന്തെങ്കിലും നമ്മളെ ഉണ്ടെങ്കിൽ നമ്മളെടുത്തിടാം, പോരെ? ഇല്ല എന്ന് ദേവു ഒന്ന് പറയും, ഇല്ല എന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ ഞാൻ അതേ പറയുന്നുള്ളൂ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ദേവുവിനുള്ള ചോദ്യം മനസ്സിലായല്ലോ. മോശക്കാരനായ വിവിക്ക് നിങ്ങൾ ആരുടെയെങ്കിലും ചാനൽ അടിച്ചു കളയാനോ അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കാനോ, അതായത് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ അടിച്ചു കളയാനോ, സ്ട്രൈക്ക് കൊടുക്കാനോ കൊട്ടേഷൻ ദേവു മറ്റേ എന്താണ് വിവിക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു കോപ്പിനും ഇല്ലേ, ഒരു വാലിഡിറ്റി ഇല്ല. മനസ്സിലായ ദേവു വന്നിരുന്ന ചാനലിൽ ഭയങ്കര കൊട്ടേഷൻ അടിക്കുന്നുണ്ടല്ലേ, ഒരു കാര്യമില്ല. നിങ്ങൾ അതോടുകൂടി പിന്നെ നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ച മറ്റേ ഇതൊക്കെ ഉണ്ടല്ലേ പൊക്കിക്കൊണ്ട് നടക്കുന്നത്, നിങ്ങളാ ആ കമൻറ്റ് തൊഴിലാളികൾ താഴെ നിന്ന് പൊക്കി വിടുന്ന വീഡിയോ മുകളിലാണല്ലോ, അപ്പോൾ കമൻറ്റ് താഴെ നിന്നിട്ട് പൊക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പൊക്കുന്നവന്മാരെല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ട് ഇതേ കമൻറ്റ് ഒന്ന് ഇട്ട് നോക്ക്. ദേവു ചേച്ചി പറയുന്നതൊക്കെ നിങ്ങളത് കേൾക്ക് കേട്ടാ. അപ്പോൾ വിവിയെ എവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അങ്ങനെ അറിയണമല്ലോ അല്ലേ? കാരണം ഈ വന്നിരുന്ന് പറയാൻ നേരത്ത് പറ്റതും അറിയണമല്ലോ അല്ലേ? പോട്ടെ. ഇനി അടുത്ത വിജിരാജ് ഇട്ടൊരു കമൻറ്റ്, ആ വിജിരാജ് ഇട്ട കമൻറ്റ് ഞാൻ എന്തായാലും ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് വിജിരാജ് നല്ല ആളാണ്, വിജിരാജ് മറ്റേ പുണ്യാളനാണ്, ഇതൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് വിജിരാജിന് പോലും അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പക്ഷേ വിജിരാജ് ഉന്നയിച്ച ചോദ്യം വാലിഡ് ക്വസ്റ്റ്യനാണ്. അതായത് വിജിരാജ് ഒരാൾക്ക് സംസാരിച്ചല്ലേ, ഇപ്പം നമുക്ക് തോന്നുന്നതാണ്. ഇവരുടെ ഈ റോബിൻ്റെ അന്ധ ഫാൻസുകാർ വന്ന് ഫുൾ ടൈം പറഞ്ഞൊരു സാധനമാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാതെ ഇട്ടാൽ, അതായത് വീഡിയോ വോയിസ് എഡിറ്റ് ചെയ്യാതെ ഇട്ടാൽ തന്നെ യവന്മാർ വന്നിട്ട് പറയും എഡിറ്റഡ് വോയിസ് ആണ് മാങ്ങയാണെന്ന് പറയും. അപ്പോൾ ഈ റോബിൻ ഈ വിജിരാജിൻ്റെ ഒരു വോയിസ് ഇട്ടായിരുന്നു, വിജിരാജിൻ്റെ വോയിസ് മാത്രം. അപ്പോൾ വിജിരാജിന് എനിക്കൊന്ന് ആത്മാക്കളടുത്ത് സംസാരിക്കുന്ന കഴിവൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ വിജിരാജിന് ആത്മാവിന് ഫോൺ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. വിജിരാജ് ഏതെങ്കിലും ആത്മാവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം അതതിന് ആത്മാവ് റെക്കോർഡ് ചെയ്തിട്ട് റോബിന് കൊടുത്താണെന്നും അറിയത്തില്ല. ഓക്കെ, പക്ഷേ ആത്മാവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പ്രത്യേക കഴിവ് എന്തായാലും നമ്മളെ വിജിരാജിന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതുകൊണ്ട് ഈ വിജിരാജിൻ്റെ അടുത്ത് സംസാരിച്ച ഒരാൾ കാണുമല്ലോ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സംസാരിച്ച ഒരാൾ കാണുമല്ലോ. അപ്പോൾ അയാളുടെ വോയിസ് ഇല്ലേ, അയാൾ എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിജിരാജ് എന്തിനിങ്ങനെ പറഞ്ഞു, അയാൾ അങ്ങോട്ട് എന്ത് പറഞ്ഞു എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അത് അറിയണ്ടേ? അതും കൂടെ അറിഞ്ഞാലല്ലേ കളി മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം റോബിൻ അണ്ണൻ വന്നിട്ട് പുതിയൊരു സ്റ്റോറിയൊക്കെ ഇട്ട്, അത് ഞാൻ ഇവിടെ വെച്ചേക്കാം. എന്തായാലും റോബിൻ അണ്ണൻ ഈ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് മുങ്ങിയിട്ടുണ്ട്. നന്നായി. കാരണം അങ്ങനെ മുങ്ങുന്നതാണ് നല്ലത്. എന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഞാനും ആരെയും കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുങ്ങുന്നത് വളരെ നല്ലതാണ്. കാരണം അയാളുടെ ലൈഫിന് അയാൾക്ക് വളരെ നല്ലതാണ്. കാരണം അന്ധ ഫാനുകൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും റോബിന് കാര്യം മനസ്സിലായി. റോബിന് മാത്രമല്ല, റോബിനെ നല്ല വൃത്തിക്ക് സ്നേഹിക്കുന്ന ഫാൻസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല അന്ധങ്ങൾക്ക് ഒരേ മാങ്ങാത്തൊലിയും മനസ്സിലാവത്തില്ല ഈ കളി എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ റോബിൻ എന്തായാലും മനസ്സിലാക്കി, റോബിൻ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അതിനകത്ത് റോബിൻ താഴെ ചെയ്തിട്ടുണ്ട് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. റോബിൻ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടൊരു കേസ് കൊടുക്ക്. റോബിൻ്റെ അച്ഛൻ കൊടുക്കുന്നതല്ല, റോബിൻ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ ശ്രമിക്കുക. ഈ പ്രത്യേകിച്ച് ഈ വോയിസ് ഇട്ടിട്ടാണല്ലോ ഇത് കേസാവും മറ്റേതാന്ന് പറഞ്ഞു.
ഈ വോയിസ് ഇട്ടിട്ടൊന്ന് കേസ് കൊടുക്ക് റോബിൻ്റെ ഫാൻസുകാരോ ഫാൻസുകാർ പറയത്തില്ല, അന്തങ്ങൾ, റോബിൻ്റെ അന്തങ്ങൾ എന്ന് പറഞ്ഞു നോക്ക്. ഈ വോയിസ്, അതായത് നമ്മുടെ റോബിൻ അന്ന് സ്റ്റോറിയിലിട്ട ആ വോയിസ്, അത് വെച്ചിട്ട് ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞു നോക്ക്. വിജയരാജിൻ്റെ വോയിസ് ആണല്ലേ മറ്റേ വിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞോളൂ, ആ വോയിസ് വെച്ചിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. വിജയരാജിൻ്റെ സംസാരിച്ച ആരാണെന്നുള്ളത് മനസ്സിലാവണ്ടേ? അപ്പം അങ്ങനെ കേസ് കൊടുക്കുക. നിങ്ങൾ എന്തിനാണ് മറ്റേ ലോജിക്കില്ലാതെ നമ്മളൊന്നും പറഞ്ഞു കളയല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനം കൊടുക്കുക. ഏതോ അന്ധ അഡ്മിനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് അന്ധ അഡ്മിനാണെങ്കിൽ ശരി തന്നെ. ഒന്നാമത്തെ കാര്യം, ഈ റോബിൻ തന്നെ ഇന്നലെ മെനങ്ങാണ്ട് റോബിൻ്റെ ഫ്രണ്ടായ ഒരു വക്കീലിനെ കൊണ്ടിരുത്തി. കോമഡി വേറെ ഒന്നാണ്, ആ വക്കീൽ മറ്റേ സിബിൻ്റെയും വക്കീലാണ്. ഈ സിബിനെ തെറി വിളിച്ച ടീമാണ്. അവരാണ് ഇവരെ കൊണ്ടുവന്നിരുത്തുന്നതെന്നുള്ളതാണ് വേറൊരു ഇത്. പിന്നെ വക്കീലന്മാരൊക്കെ ഒരുപാട് ക്ലയൻസ് കാണുമല്ലോ, പിന്നെ വക്കീലിൻ്റെ സുഹൃത്താണ് റോബിൻ, അങ്ങനെയൊക്കെ കാണും ചിലപ്പോൾ. അങ്ങനെയൊക്കെ നമുക്ക് കാണുമായിരിക്കും ഇല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ വക്കീലിനെ കൊണ്ടെടുത്തൊരു വീഡിയോ ഒക്കെ ചെയ്യിച്ചല്ലോ റോബിൻ. വോയിസ് ഇടുന്ന തെറ്റാണ്, വോയിസിൻ്റെ മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് വക്കീലിടുന്നു, അത് റോബിൻ ഷെയർ ചെയ്യുന്നു. ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഈ വോയിസ് ഷെയർ ചെയ്തത് റോബിൻ തന്നെയല്ലേ? ഈ വിജയരാജ് എന്ന് പറയുന്ന ആളുടെ വോയിസ് ഷെയർ ചെയ്തത് ആത്മാവല്ലല്ലോ, റോബിൻ എന്ന് പറഞ്ഞ ആൾ തന്നെയല്ലേ? അപ്പോൾ എന്തായാലും റോബിൻ ഈ കളിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഈ കളിയിൽ നിന്ന് റോബിൻ പിന്മാറുകയാണെന്നാണ് തോന്നുന്നത്. നല്ലതാണ്, വളരെ 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 നല്ലതാണ് അങ്ങനെ പിന്മാറുകയാണെങ്കിൽ. ഇനി വിജയരാജ് പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാണ്. അതായത് വിജയരാജ് അയാളോട് സംസാരിച്ച 10 മിനിറ്റാണെന്ന് വിജയരാജ് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്, കമൻറ്റിൻ്റെ അകത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വോയിസ് മൊത്തത്തിൽ പുറത്തു വിട്. ആർക്കാണോ, ഏതാണോ, ആരാണോ ആ വോയിസ് റോബിന് കൊടുത്തത്, അയാൾ ആ വോയിസ് പുറത്തു വിടട്ടെ. അപ്പോൾ വിജയരാജാണ് തെറ്റുകാരൻ, അയാൾ എന്താണോ പറഞ്ഞതെന്ന്, വിജയരാജ് എന്താണോ പറഞ്ഞതെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അല്ല നല്ലത്. ഇപ്പം ഈ വിജയരാജ് എന്ന് പറയുന്ന ആളെ പിടിച്ച് നമ്മൾ പിന്നെ ഊക്കാൻ നേരത്ത് അയാൾ പറയുന്ന ഒരു വാലിഡ് സാധനം നമ്മൾ എന്തായാലും കേൾക്കണം. അയാൾ ഇതെന്താണ് പോലീസുകാർ പിടിച്ചത്, ഈ പോലീസുകാർ പിടിച്ചത് എന്തിനാണെന്നറിയാം? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് എന്തായിരുന്നു കേസ്? അത് കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയരാജ് റോബിൻ്റെ അമ്മയെ നല്ല പൂരത്തെറി എഴുതിയിട്ട് ഇതിൻ്റെ പേരിലാണ്. തെറി എഴുതിയുടെ അല്ലെങ്കിൽ വിളിക്കുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് അതിൻ്റെ പേരിലാണ് ആ കേസ്. അല്ലാതെ ഈ വോയിസിൻ്റെ അല്ല, അതായത് മറ്റേ റോബിൻ പുറത്തുവിട്ട ആ വോയിസ് ഉണ്ടല്ലോ, അതിൻ്റെ പേരിലല്ല. അത് ഇനിയെങ്കിലും അന്തങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അന്തങ്ങൾ നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക, അതിനല്ല എന്നുള്ളത്. റോബിൻ്റെ അമ്മയെ ചീത്ത വിളിച്ചതിനുള്ള സാധനമാണ് വിജയരാജിനെ പിടിച്ചുകൊണ്ട് പോയത്. എനിക്കൊന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടെന്ന് തോന്നുന്ന ആളാണ്, ട്വിറ്റേഴ്സ് തന്നെ ഇറങ്ങി വന്നല്ല. അപ്പോൾ അതിന് വേണ്ടിയൊക്കെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇനി അവിടെ പോയി ബാക്കിയുള്ള കേസിൻ്റെ കാര്യങ്ങളൊക്കെ അയാൾ തീരുമാനിക്കട്ടെ. അയാളുടെ വക്കീലാണെങ്കിൽ അയാളുടെ എന്താണെന്ന് വെച്ചാൽ അയാളൊക്കെ തീരുമാനിക്കട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. പിന്നെ നമ്മുടെ റോബിൻ അണ്ണൻ ഇതിനെതിരെ എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോബിൻ അണ്ണൻ വിട്ടോട്ടെ കേസിൻ്റെ ഡീറ്റെയിലുകൾ. റോബിൻ അണ്ണൻ കേസ് കൊടുത്താ ഈ വോയിസ് വിട്ടതിന്, ഈ വോയിസിൻ്റെ പേരിൽ റോബിൻ അണ്ണൻ കേസ് കൊടുത്തെങ്കിൽ ആദ്യം അകത്ത് പോണ റോബിനായിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു, കാരണം അതങ്ങനെ ആയിരിക്കും, ഉറപ്പാണ്. അങ്ങനെ ഒരു കേസ് റോബിൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അകത്ത് പോണ റോബിനായിരിക്കും, ഒരു സംശയം വേണ്ട അതിൻ്റെ അകത്ത്. കാരണം ഇത് ഇന്ന ആളെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ അയാൾ അതനുസരിച്ച് പറഞ്ഞു കാണും. അയാളെ പിടിച്ചുകൊണ്ട് പോകാന്നിട്ട് അയാൾ പറയും എന്നെ മറ്റേ അണ്ണനാണ് ഏൽപ്പിടിച്ചത് എന്നൊക്കെ പറയും. അവസാനം ആകെ അലിക്കുലുത്താവും, കേസ് കൊടുത്ത ആൾ പിടിക്കപ്പെടാം. അങ്ങനെ പല പല കുഴിത്തിരുമ്പ് വേലകളും കാണിച്ചു വെച്ചതെല്ലാം കുടുങ്ങിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. പിന്നെ ഇനിയിപ്പോൾ റോബിൻ എന്തായാലും ഇതിനും പിന്മാറിയിട്ടുണ്ട്, എന്തായാലും നല്ല കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് നല്ല കാര്യമാണ്. കുറച്ചെങ്കിലും ബോധമൊക്കെ ഉദിച്ച് നല്ല രീതിയിൽ നടക്കിയിരുന്ന ആൾ, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്ത് നല്ല ബിസിനസ്സോ അങ്ങനെ എന്തോ ഓഫീസ് അവിടെയൊക്കെ തുടങ്ങി, അങ്ങനെ വളരെ നല്ല രീതിയിൽ പോകരുന്ന്. വീണ്ടും വന്ന് ഇതിൻ്റെ അകത്തോട്ട് ചാടുന്ന ആര് പറഞ്ഞിട്ടാണോ എന്തോ, ആര് പറഞ്ഞെന്നുള്ളത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. എങ്കിലും ഞാനിപ്പോൾ പറയുന്ന ആര് പറഞ്ഞിട്ടാണോ എന്തോ, ആരുടെ ബുദ്ധിയാണോ എന്തോ. ബിഗ് ബോസ് കണ്ടിട്ടില്ലേ റോബിൻ അണ്ണോ? നിങ്ങൾ ബിഗ് ബോസ് സീസൺ 6 നിങ്ങൾ കുറച്ചും കണ്ടിട്ടില്ലേ? ബുദ്ധി നിങ്ങൾക്ക് അറിയത്തില്ലേ? പിന്നെയും പോയി എന്തിനാണ് ചാടുന്നത്? അപ്പോൾ ദയവ് ചെയ്ത് ചാടാതെ ഇരിക്കുക. അതൊന്ന്. പിന്നെ ആരവിൻ്റെ കാര്യം ഇനി പറയുന്നില്ല. ആരവിൻ്റെ കാര്യം ഇനിയും വേറെ ആരെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് പറയട്ടെ. ആരവിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇനിയും പറയാൻ കാണും ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ.
അത് അവരൊക്കെ പറയട്ടെ. എനിക്കിപ്പോൾ പറയാം, അത് ആരവിനെ എടുത്ത് ഉടുക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ വിജിരാജ് പറഞ്ഞതിനാണ് ഞാൻ ഈ പറഞ്ഞ. വിജിരാജ് നല്ല പിള്ളയാണെന്നോ നല്ല മനുഷ്യനാണ്, മറ്റേ പുണ്യാത്മാവാണ്, പുണ്യാളനാണ് എന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷേ വിജിരാജ് ചോദിച്ച ചോദ്യം വാലിഡ് ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഞാനും വന്ന് ചോദിച്ചത്. കാരണം വിജിരാജിനെതിരെ ഞാൻ തന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. വിജിരാജിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണെന്ന് വെച്ച് ഞാനും സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ ടൈമിൽ. അതിൻ്റെ മുന്നേ തന്നെ വിജിരാജിനെ കുറിച്ച് ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ വിജിരാജ് തെറ്റ് ചെയ്യൂടെ, എല്ലാവരും ചെയ്യൂടെ തെറ്റൊക്കെ എല്ലാവരും ചെയ്യും. വിജിരാജ് ഈ സംഭവം ചെയ്തതിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ വിജിരാജ് ശിക്ഷിക്കപ്പെടണമല്ലോ. വിജിരാജ് ശിക്ഷിക്കപ്പെടണമെങ്കിൽ അപ്പുറത്തൊരു വോയിസ് ഉണ്ടല്ലോ, അയാൾ പറയുന്നതോടെ നമ്മൾ കേൾക്കണ്ടേ. അത് വിജിരാജ് പറഞ്ഞ ഒരു വാലിഡ് പോയിന്റ് അല്ലേ. വിജിരാജിനെ ശിക്ഷിക്കപ്പെടാം, ശിക്ഷ കൊടുക്കാം, എല്ലാം റെഡി ആയിരിക്കും എല്ലാവരും. വിജിരാജിനെ ഏറിക്കയറ്റി വിടാനും റെഡി ആയിരിക്കും. പക്ഷേ അതിൻ്റെ മുന്നേ വിജിരാജ് ഈ പറഞ്ഞ സാധനം വാലിഡായിട്ടുള്ള സാധനമാണ്. ആരായിരുന്നു ആത്മാവല്ല എന്തായാലും, ആത്മാവ് റെക്കോർഡ് ചെയ്തതല്ല. അപ്പോൾ റെക്കോർഡ് ചെയ്ത് ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി, ഇതിലാരോ ഒരാൾ റെക്കോർഡ് ചെയ്തിട്ടാണ് കൊണ്ടു കൊടുത്തേക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ സാധനങ്ങൾ കാണുമല്ലോ. അയാൾ ഇങ്ങോട്ട് പറഞ്ഞതിന് ഉത്തരമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ ഉത്തരങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇതൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതിയല്ലേ. റെക്കോർഡ് ചെയ്ത ആളതിൽ എന്തായാലും വിജിരാജിൻ്റെ വോയിസ് മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമല്ലല്ലോ ഉള്ളത്, മറ്റാളെ വോയിസ് റെക്കോർഡാകുമല്ലോ. അപ്പോൾ അങ്ങനെ വോയിസ് റെക്കോർഡാക്കി ചെയ്ത അണ്ണൻ അല്ലെങ്കിൽ അണ്ണി, രണ്ടെണ്ണത്തിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വോയിസിൻ്റെ പൂർണ്ണമായ രൂപം പുറത്തുവിടാൻ അന്തം ഫാൻസ്, എഡിറ്റാണ് എല്ലാം വാങ്ങിയ എഡിറ്റാണെന്ന് പറയുന്ന അന്തം ഫാൻസ്, അവർ അന്തം റോബിൻ ഫാൻസ്, അന്തങ്ങൾ, അതായത് മറ്റേ ഫുൾ ടൈം മറ്റേ എവിടെയെങ്കിലും റോബിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ റോബിൻ ലവ്, റോബിൻ തീ, ഡോക്ടർ ലവ്. ഇവിടെ നിനക്കൊക്കെ പ്രാന്താണടാ, സത്യം ചെറിയ നിനക്ക് പ്രാന്താണ്. നിനക്കൊക്കെ ഇന്ന കണക്കുള്ള അന്തങ്ങളാണ് ഈ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ് അങ്ങേരെ നശിപ്പിച്ച് പണ്ടാരക്കാല നടക്കുന്നത്. വേറെ ആരുമല്ല. കാരണം ഇതാണ് കിടാൻ നേരത്തെ നാട്ടുകാർ എന്തോന്നടേ ഇതൊക്കെ, എന്ത് അഭ്യാസങ്ങളാണ് അവരെ കാണിക്കുന്നതെന്ന് നാട്ടുകാരൊക്കെ തോന്നുന്നത്, കാണുന്ന തോന്നുന്നതൊക്കെ. ദയവേത് ചെയ്യാതിരിക്കുക. അങ്ങേരെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ താഴെ പോയിട്ട് കമൻ്റ് ഇട്. അല്ല മറ്റേ ഫോട്ടോ കാണാൻ നേരത്ത് എൻ്റെ പൊന്ന്, ആരാധനയല്ല മക്കളെ, ഇത് പ്രാന്താണ്, പ്രാന്ത്, ബുദ്ധിയില്ലായ്മ കേട്ടാ, ബുദ്ധിയില്ലായ്മ അതിനാണ് പറയുന്നത്. കുറച്ച് പറയാൻ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. എന്തായാലും ഈ ഫുൾ സാധനം എഡിറ്റാണെന്ന് പറഞ്ഞാൽ എഡിറ്റ് അല്ലാത്ത വോയിസ് ക്ലിപ്പ് ഇട്ടാൽ വരാം. എഡിറ്റാണെന്ന് പറഞ്ഞ് അലറുന്ന അന്തങ്ങൾ. ഈ വിജിരാജിൻ്റെ വോയിസ് കേട്ടല്ലേ അല്ലേ നിങ്ങളെല്ലാം റോബിനിട്ടത്? ആ റോബിനിട്ടതിൻ്റെ വിജിരാജിൻ്റെ വോയിസ് മാത്രമല്ല വേണമെന്നത്, മറ്റവൻ്റെ വോയിസും വേണ്ട. അപ്പോൾ എഡിറ്റാണല്ലോ അയാളവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ എഡിറ്റ് അല്ലാത്ത സാധനം അയാളടുത്ത് ഇടാൻ പറയും. അല്ലെങ്കിൽ ഹേവനാണോ റെക്കോർഡ് ചെയ്ത് അവൻ്റെ അടുത്ത് ഇടാൻ പറയും. റെക്കോർഡ് ചെയ്ത് ഈ അണ്ണൻ്റെ കൊടുത്ത അണ്ണനെ, ആ അണ്ണൻ അറിയാമല്ലോ, റോബിന് വോയിസ് റെക്കോർഡ് എത്തിച്ചു കൊടുത്ത അണ്ണനെ റോബിൻ അണ്ണൻ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടാൻ പറയും. അപ്പോൾ ഇതിൻ്റെ പല സാധനങ്ങൾ പലരും ഇട്ടിട്ടുണ്ടല്ലോ, ഈ റോബിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാവരും ഇട്ടിട്ടുണ്ടല്ലോ അത്. അല്ലെങ്കിൽ അയാളുടെ ചാനലിലൊക്കെ എവിടെ ഇട്ടിട്ടുണ്ട്, അയാളുടെ സ്റ്റോറിയിലിട്ട്, അങ്ങനെ പിന്നെ അയാളെ ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അത് ഇട്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ അറിയായിരിക്കും ആരാണ് ആ അപ്പുറത്തുള്ള ആളെന്ന്. ഞാൻ ഇന്നലെ ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് ഞാൻ കുറേ ചോദിച്ചു നോക്കി. പക്ഷേ അയാൾ ചോദ്യത്തിൽ നിന്ന് തെന്നു മാറുന്നതല്ലാതെ ഉത്തരം പറയുന്നില്ല. ഞാൻ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ വേറെ ചോദ്യത്തിലോട്ട് പോകും അങ്ങനെ. അപ്പോൾ എന്തായാലും അയാൾ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ചാണല്ലോ വിജിരാജ് പറഞ്ഞത്. വിജിരാജിന് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമുക്ക് ആ വോയിസിൻ്റെ അകത്ത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. അതൊക്കെയല്ലേ വേണമെന്നാ, കേൾക്കട്ടെ, നമ്മളങ്ങനെ കേൾക്കട്ടെ, അത് നമുക്ക് കേൾക്കാം. വീഡിയോ ഇട്ടാൽ ഉമ്മയാണ് സത്യം, നിന്റെ ചെവുക്കല്ല അടിച്ച് കലക്കുമെന്ന് അവൻ്റെ മുഖത്ത് നോക്കി ഒരുത്തം പറഞ്ഞപ്പോഴത്തേക്ക് അത് കേട്ടോണ്ടിരുന്ന് വീണ്ടും കുനിഞ്ഞിരുന്ന് തിന്ന് ഫുഡ് തിന്നവനാണ് കൈസ്. അപ്പോൾ ഇത് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ കാണും. നട്ടല്ലെന്നുള്ള സാധനമല്ലേ, പണയം വെച്ചിട്ടില്ലെങ്കിലേ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ പണിക്കിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ആദ്യം വേണം. അല്ലെങ്കിൽ ഒരുത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജമ്മ ചെയ്ത് അവൻ്റെ വീഡിയോ ചെയ്യാതിരിക്കുന്നതല്ല, പേടിച്ച് ചെയ്യാതിരിക്കുന്ന. അവൻ ഏത് ക്ലോപ്പില
റിയാക്ഷൻ ചാനൽ നടത്തുന്നത്. ഇവൻ ചെയ്യും, കുറേ വെമ്പിള്ളാരുടെ ഇതെടുത്ത് വെച്ച് ചെയ്യും, അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചെയ്യും. അവന് പണി കിട്ടുമെന്ന ഇതാണൊക്കെ പറയുന്ന ഒരാൾ പോയെന്ന് വെല്ലുവിളിച്ച് നോക്കിയവന് ജമ്മം ചെയ്യത്തില്ല അവൻ. അതെ, പിന്നെ ഒരാൾ പറയണം ഇങ്ങനെ ആയിരുന്നു നമ്മളെ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് ഇതാണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണൊക്കെ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ചെയ്യുകയും ചെയ്യും, നീ അന്ന് അടിച്ചു നോക്കെന്ന് പറയുകയും ചെയ്യും. നീ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് അടിച്ചു നോക്കുക, ഞാൻ എൻ്റെ 10 വീഡിയോയിൽ ഇനി ചെയ്യും, നീ ഒന്ന് അടിച്ചു നോക്കടാന്ന് പറയും. ഇതാണ് കാര്യം തിരിച്ചു പറയുന്നത്. പക്ഷേ ചിലവന്മാർ വായും പൂട്ടി ആ ടൈമിലും തിന്നും. അപ്പോൾ കൈസണ്ണൻ ഇനിയും നല്ല വീഡിയോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോ എപ്പോഴെങ്കിലും ഞാൻ ഇടാൻ നേരത്തെ ഞാൻ പറയണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ. കൈസണ്ണ ആരുടെടുത്തെങ്കിലും വിളിച്ച് ട്രിമ്മൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആ ട്രിമ്മൊക്കെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പല സാധനങ്ങളും പറയുന്നു. അണ്ണൻ ട്രിം ചെയ്യാൻ പറഞ്ഞ അണ്ണന്മാരെല്ലാവരും എൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അണ്ണ എവിടെയൊക്കെ ട്രിം ചെയ്യാൻ പറഞ്ഞു, ആരുടെടുത്തൊക്കെ ട്രിം ചെയ്യാൻ പറഞ്ഞു, എന്തൊക്കെ കാര്യത്തിൽ ട്രിം ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് മൊത്തത്തിൽ ഞാൻ പറയേണ്ടി വരും. അപ്പോൾ റിയാക്ഷൻ ചാനലൊക്കെ നടത്തുന്ന അണ്ണൻ കുറച്ചും കൂടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അണ്ണൻ്റെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ഇപ്പം എൻ്റെയൊക്കെ ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നു, ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അതിൽ പറയുന്ന കണക്ക് ഉടായ്പ് എല്ലാ സാധനം എൻ്റെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ എൻ്റെ ഇതൊക്കെ ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതാണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടി അപ്പം കിട്ടിയെന്ന് വെച്ചാൽ അത് മോനെ എനിക്കൊരു നോട്ടല്ല, ഞാൻ പറ്റും ഒരു നോക്കണ്ട, ഞാൻ പറ്റിക്കടി ഒന്നും നോക്കത്തില്ല, ഞാൻ കീറിയിട്ട് തരും അടി, ഒരു സംശയം വേണ്ട അതിന്. കാരണം നട്ടല്ല ഞാൻ പണയം വെച്ചിട്ടില്ല ഒരുത്തൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഏവനൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കൊരു മലരും ഇല്ലേം താനും. പിന്നെ എന്നെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ആ വെല്ലുവിളിയെ ഞാൻ അതേ കണക്ക് എടുക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ ഇമ്മാതിരി നിൻ്റെ അടുത്ത് പറഞ്ഞ കണക്കില്ലേ, നീ എൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇങ്ങനെ അടിക്കുമെന്ന് പറയുന്നവൻ്റെ ചെവുക്കല്ല് അടിച്ച് കളക്കാനുള്ള ശേഷിയും എനിക്കുണ്ട്. ഇതാണൊക്കെയുള്ള സാധനം കേട്ട് ഞാൻ അവരൊക്കെ നല്ലോണം ഗുരു പൊട്ടും. അല്ലാത്ത അടിമകൾ ഞണ്ണിയിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.